എല്ലാ സുഹൃത്തുക്കൾക്കും വിജോ ജോൺ കൊല്ലം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് മലബാർ കലാപം എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മലബാർ കലാപം നടന്ന വർഷവും കാരണവും 1921 ആഗസ്റ്റ് മാസം മുതൽ 1922 ഫെബ്രുവരി വരെ മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിലെ മാപ്പിളമാർ ആരംഭിച്ച സായുധ കലാപമാണിത്. മലബാർ ലഹളയ്ക്ക് പെട്ടെന്നുണ്ടായ ഒരു കാരണമാണ് ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കൾ വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജി, കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരായിരുന്നു. മലബാർ കലാപത്തെ തുടർന്നുണ്ടായ ദുരന്തം ഏത്? 1921 നവംബർ 17 200ഓളം തടവുകാരെ ഒരു തീവണ്ടിയുടെ വാഗണിൽ കുത്തിനിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ടു. വണ്ടി പുറപ്പെടും മുമ്പുതന്നെ ശ്വാസം കിട്ടാതെ നിലവിളി തുടങ്ങിയിരുന്നു. കോയമ്പത്തൂരിനടുത്തുള്ള പോതന്നൂരിൽ വണ്ടിയെത്തിയപ്പോൾ വാഗണിൽ നിന്ന് അനക്കമൊന്നും കേൾക്കാത്തതിനെ തുടർന്ന് പട്ടാളക്കാർ വാഗൺ തുറന്നു. ശ്വാസം കിട്ടാതെ പരസ്പരം കടിച്ചും മാന്തിക്കീരിയും 64 തടവുകാർ മരിച്ചിരുന്നു. ഈ ദുരന്തത്തെ വാഗൺ ട്രാജഡി എന്നറിയപ്പെടുന്നു. മനുഷ്യത്വരഹിതമായ മറ്റൊരു സംഭവം ഉണ്ടാകില്ലെന്നാണ് ഈ സംഭവത്തെ തുടർന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്. വാഗൺ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തനൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആര്? സുമിത് സർക്കാർ. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്നത്? മലബാർ കലാപം. എന്റെ പേര് വിജോ ജോൺ കൊല്ലം എന്നാണ്. ഈ വീഡിയോ ചെയ്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സാങ്കേതികവിദ്യയുടെ കഠിന പരിശ്രമത്തിലൂടെയാണ്. ആയതിനാൽ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം പ്രതീക്ഷിക്കുന്നു. ഏവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.